ഓക്കെ, സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ പുതുപുത്തൻ ഫോണായ സാംസങ് ഗാലക്സി M51 ആണ്. നിങ്ങളിൽ ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെ പേഴ്സണലി മെസ്സേജ് അയച്ച് ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് കാണണമെന്ന്. അതിൻ്റെ കാരണമായിരിക്കണം ഫസ്റ്റ് ടൈമാണ് 730G പ്രൊസസ്സറുമായിട്ട് സാംസങ് വന്നിരിക്കുന്നത്, അതും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ, പ്ലസ് 7000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ടല്ലേ. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ എല്ലാം ഫീച്ചർ നോക്കാം, എല്ലാ സ്പെസിഫിക്കേഷൻ നോക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനും ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അന്നത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് സാംസങ്ങിൻ്റെ പുതുപുത്തൻ സാംസങ് ഗാലക്സി M51 പാക്കേജിങ്. നമ്മൾ നോർമലി കാണാറുള്ള സാംസങ്ങിൻ്റെ ഒരു വൈറ്റ് പാക്കേജിംഗ് ആണ് M51 കൊടുത്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള ഡോക്യുമെൻറ്റേഷൻ ആൻഡ് സിം ഇജക്ടർ പിൻ ഉണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. കൂടെ തന്നിരിക്കുന്നത് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ്. നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് ഫോൺ നോക്കാം. ഇതാണ് സാംസങ് ഗാലക്സി M51. ഇൻ ഹാൻഡ് ഫീൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട്, വെയിറ്റ് അറിയാൻ പറ്റുന്നുണ്ട്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ആണ്, ബട്ട് സ്റ്റിൽ ഹെവി ഫോണാണ്. എനിക്കൊന്ന് 214 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ഇതിൻ്റെ ഉള്ളിലുള്ള 7000 mAh ബാറ്ററി ഉണ്ടല്ലോ, അതായിരിക്കും മെയിൻ കാരണം ഇത്രയും വെയിറ്റ് കൂടാൻ. ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, നല്ല ഷൈനി മിറർ പോലെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു ഗ്ലാസ്റ്റിക് എന്ന് പറയാം, ഷൈനി ഗ്ലോസി ഫിനിഷുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ തിക്നെസ് ഏകദേശം 9.5 mm ആണ്. സോ നല്ല രീതിയിൽ തിക്കും ബൾക്കിയായ ഒരു ഫോൺ തന്നെയാണ് M51. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വാട്ടർ റിപ്പലൻ്റ് കോട്ടിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, നോർമൽ ബിൽഡും ഫിനിഷാണ്. ബാക്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്, പക്ഷേ ആ ഒരു ബമ്പില്ല, ഓൾമോസ്റ്റ് ഇല്ല എന്ന് പറയാം. ചെറിയ രീതിയിലൊരു ചെറിയ ബമ്പേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്ന ഒരു ബാറ്ററി ഫിറ്റ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ എൻ്റെ കേസിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബമ്പ് ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ആണ്. ടോപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. ഇതിൻ്റെ സിം ട്രേ റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ വോളിയം റോക്കർ ഉണ്ട്. പിന്നെ പവർ ബട്ടൺ ആണ് വിത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. സോ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സെറ്റപ്പ് ആണ് ഈ ഫോണിലുള്ളത്. ഫോണിൻ്റെ ബോട്ടം സൈഡിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മൈക്ക്, പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ട്രിപ്പിൾ സിം സ്ലോട്ടാണ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടും കിട്ടും. സെൻസേഴ്സ് നോക്കിയാൽ നോർമലി കിട്ടുന്ന എല്ലാ സെൻസേഴ്സ് ഈ ഫോണിലും വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ ഫാസ്റ്റും സെക്യൂറായ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്ക് ഫീച്ചറുമാണ് M51 വരുന്നത്. ഫസ്റ്റ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കാം. സോ ഒരു സാംസങ് ഫോണിൽ, അതും സ്പെഷ്യലി സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ ഉള്ള സാംസങ് ഫോണിൽ ഏത് ലെൻസ് ആയാലും ഏത് പ്രൊസസ്സർ ആയാലും എങ്ങനത്തെ ബാറ്ററി ആയാലും എങ്ങനത്തെ ചാർജർ ആയാലും ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ലുക്കിംഗ് ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ ഫോണിലായിരിക്കും. ഇതിലും എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ആമുലേഡ് അല്ല, സൂപ്പർ ആമുലേഡ് പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു A71 സീരീസിലേക്ക് കാണുന്ന സൂപ്പർ ആമുലേഡ് പ്ലസ് ഡിസ്പ്ലേ ഉണ്ടല്ലോ, ആ എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ്. അതിൻ്റെ കാരണമായിരിക്കുന്നത് കാരണം ഓൾറെഡി ഈ ഫോണിൽ തിക്നെസ് കൂടുതലായിരുന്നു ആ ഒരു ബാറ്ററി കാരണം. സോ സൂപ്പർ ആമുലേഡ് പ്ലസിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് കനം കുറഞ്ഞ ഒരു സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ ആണ്. പക്ഷേ അത് അങ്ങനെ വന്നതുകൊണ്ട് നമ്മുടെ വ്യൂവിംഗ് എക്സ്പീരിയൻസിനോ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ക്വാളിറ്റി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സാക്ട്ലി സെയിം നമ്മൾ സാംസങ് ഗാലക്സി M31s കാണുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതേപോലത്തെ നല്ല പഞ്ചി കളേഴ്സും കോൺട്രാസ്റ്റും ഡീപ് ബ്ലാക്സും നല്ല വ്യൂവിംഗ് എക്സ്പീരിയൻസ്, വ്യൂവിംഗ് ആംഗിൾസ് ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഗാലക്സി M51 വന്നിരിക്കുന്നത്. സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ 6.7 ഇഞ്ചിൻ്റെ ആണ് സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 385 ppi ആണ് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണ് പ്രൊട്ടക്ഷൻ. സെൻറ്റർ ടോപ്പിലാണ് പഞ്ച് ഹോൾ, ലേശം വലിയൊരു പഞ്ച് ഹോൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് 3 സ്ഥലത്തും നല്ല കനം കുറഞ്ഞ ബെസസാണ്. ബോട്ടം ചിന്നും അത്യാവശ്യം നല്ല കനം കുറഞ്ഞ തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്തായാലും കാണും ഈ ഫോണിന്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഈ മൂവീസും TV സീരീസും, അത് ഹോട്ട്സ്റ്റാർ, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എന്തോ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരുപാട് മീഡിയ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് M51 കിട്ടാൻ പോകുന്നത്. നെക്സ്റ്റ് പെർഫോമൻസിൻ്റെ കാറ്റഗറി നോക്കാം. ഫസ്റ്റ് വേരിയൻസ് നോക്കാം. സോ 2 റാം സ്റ്റോറേജ് വേരിയൻസിലാണ് M51 വരുന്നത്. 6GB 128GB, 8GB 128GB. രണ്ടിലും LPDDR4X റാം ആണ്. UFS 2.1 ആണ് സ്റ്റോറേജ്. പിന്നെ നമ്മൾ അൺബോക്സിംഗിൽ കണ്ടതുപോലെ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടും കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 10 കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും M31s കണ്ട എക്സാക്ട്ലി സെയിം അതേ UI ആണ്, One UI 2.1.
സോ നോക്സിൻ്റെ സെക്യൂരിറ്റി വരുന്നുണ്ട്. സോ കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്സിൻ്റെ സെക്യൂരിറ്റി കാണിക്കുന്നുണ്ട്. ആ ചിപ്പ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സെക്യൂർ ഫോൾഡർ ഉണ്ടല്ലോ നമ്മുടെ എ സീരീസിലും പിന്നെ പ്രീമിയം സാംസങ് ഫോൺസിൽ കണ്ടുവരുന്ന ഒരു സെക്യൂർ ഫോൾഡർ, ആ ഫോൾഡറിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ കിട്ടില്ല. പക്ഷേ സാംസങ് പറയുന്നതനുസരിച്ച് ഈ ഫോണിൽ ആ ഒരു നോക്സ് സെക്യൂരിറ്റിയുടെ ചിപ്പ് ഉണ്ട്. സോ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ആ ഒരു മെലീഷ്യസ് ആക്ടിവിറ്റീസ്, മെലീഷ്യസ് മാൾവെയർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിതിൽ NFC-ൻ്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. സോ അത് ശരിക്കും പറഞ്ഞൊരു ഹാർഡ്വെയർ ആണ്. സ്റ്റിൽ ഞാൻ UI-ലാണ് പറയുന്നത്. NFC-യുടെ ഫീച്ചർ കിട്ടുന്നുണ്ട്, പക്ഷേ സാംസങ് പേയിൻ്റെ ഫീച്ചർ ഇല്ല. സോ നിങ്ങൾക്ക് മറ്റ് ആപ്പുകളിൽ NFC യൂസ് ചെയ്ത് കാർഡ്ലെസ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ കഴിയും. സാംസങ്ങിൻ്റെ One UI-യെ കുറിച്ചുള്ള ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്. ആഡ്സ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ആപ്പ് ഡ്രോവറിൽ 2 സെക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ നോർമൽ ആപ്സും പിന്നെ ഡിസ്കവർ ആപ്പും. സോ ഡിസ്കവർ ക്ലിക്ക് ചെയ്താൽ അത് ഫുൾ ആഡ്സ് ആണ്, ഫുൾ റെക്കമെൻഡേഷൻസ് ആണ് അതിൽ വരുന്നത്. നമുക്കത് എളുപ്പത്തിൽ ഓഫ് ചെയ്യാൻ കഴിയും, പക്ഷേ ഒരു നോർമൽ യൂസ് ചെയ്യുന്ന നോർമൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പം സെറ്റിങ്സിൽ പോയിട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഒന്നും കിട്ടത്തില്ല. സോ ആ ഒരു സംഭവം അവിടെ ഉണ്ട്. സെക്കൻഡ് ആണ് ബ്ലോട്ട്വെയർ. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അൺബോക്സ് ചെയ്ത 2 ഫോണുകളാണ് ഇൻഫിനിക്സ് നോട്ട് 7ഉം റിയൽമി 7 പ്രോയും. രണ്ടിലും വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഒരു ബ്ലോട്ട്വെയർസ് ഉണ്ട്, ബ്ലോട്ട്വെയർസ് ഇല്ലാത്ത ഫോണില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിരിക്കണം. പക്ഷേ അതിൻ്റെ ഒരു കണക്കുണ്ട്, പക്ഷേ ഇവിടെ കണക്കില്ലാതെയാണ് തന്നിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഫോൺ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പം ബ്ലോട്ട്വെയർസ് എന്തോ ഒരു നല്ല കാര്യമാണെന്ന് കാണിക്കാൻ വേണ്ടി റോയൽ സൂട്ട് അങ്ങനെ പാക്കേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആപ്പുള്ള പാക്കേജ്, ഏത് പാക്കേജ് വേണം എന്ന് കൊടുത്തിരുന്നു. എനിക്കറിയാം ബ്ലോട്ട്വെയർസ് ആണ്, പക്ഷേ ഒരാൾക്ക് അത് ബ്ലോട്ട്വെയർസ് ആണ് അറിയില്ലെങ്കിൽ, ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും എല്ലാം സെലക്ട് ചെയ്താൽ ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് ഫുൾ ബ്ലോട്ട്വെയർസ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ആ ബ്ലോട്ട്വെയർസിൻ്റെ ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയൊരു കംപ്ലയിൻ്റ് ആണ്. കാരണം എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇത്രയും നല്ലൊരു ഫോൺ മാർക്കറ്റിൽ ഇറക്കിയിട്ട് ആ ഒരു ഇത്രയും ബ്ലോട്ട്വെയർസ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് പോകാൻ പാടില്ല. അങ്ങനെ എനിക്ക് ഒരിടത്തും ലാഗോ സ്റ്റക്കോ ഒന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ M31 അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു സ്ലോനെസ് കിട്ടിയായിരുന്നു. പക്ഷേ ഇതിൽ 730G പ്രൊസസ്സർ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന UI ആണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G ആണ് ഇതിൽ വരുന്നത്. 2.2 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡ് ഉള്ള ഒരു CPU ആണ്. Adreno 618 ആണ് GPU. സോ വളരെ പവർഫുൾ ആയ ഒരു മിഡ് റേഞ്ച് ചിപ്സെറ്റ് തന്നെയാണ്. നല്ല രീതിയിൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ കഴിയും. ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. സോ പെസ് കളിച്ച് നോക്കിയായിരുന്നു, കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചിരുന്നു, ആസ്ഫാൾട്ട് കളിച്ചിരുന്നു. ഒരിടത്തും എനിക്ക് അങ്ങനെ പ്രോബ്ലം തോന്നിയില്ല. നല്ല രീതിയിൽ തന്നെ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്നാപ്ഡ്രാഗൺ 730G പ്രൊസസ്സറാണ്. എക്സിനോസിൻ്റെ ചിപ്സെറ്റ് മാറ്റി സ്നാപ്ഡ്രാഗൺ 730G ഇട്ട് തന്നത് വളരെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. നെക്സ്റ്റ് ആണ് ക്യാമറ. സോ നമ്മളിവിടെ ഒരുപാട് ഫോണുകൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ആ ഫോണുകളുടെ ഫസ്റ്റ് ഇംപ്രഷനും ക്യാമറ ഇംപ്രഷൻ എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇത്രയും നല്ല ഒരു ക്യാമറ സെറ്റപ്പ്, ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ക്യാമറ സെറ്റപ്പ്, അത് ഫ്രണ്ട് ആയാലും റിയർ ക്യാമറ ആയാലും രണ്ടും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല ഈ ഒരു ക്യാമറ സെറ്റപ്പ്. സോ ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും രണ്ടിൽ നിന്ന് എനിക്ക് ഒരു കംപ്ലൈൻറ്റ് പറയാനില്ല. 64 മെഗാ ഫോട്ടോസ് ആയാലും നല്ല രീതിയിൽ ഡീറ്റെയിൽ ഉണ്ട്, നല്ല കളർ ആക്യുറേറ്റ് ഫോട്ടോസാണ്, നല്ല രീതിയിൽ എക്സ്പോഷറും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. 12 മെഗാ അൾട്രാ വൈഡ് ഫോട്ടോസ് കണ്ടാലും നോർമലി നമുക്ക് 119 ഡിഗ്രിയുടെ ഒക്കെയാണ് ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നത്. ഇത്തവണ അതിനേക്കാളും വലിയ 123 ഡിഗ്രീൻ്റെയാണ് ഫീൽഡ് ഓഫ് വ്യൂ. നല്ല രീതിയിൽ അൾട്രാ വൈഡ് ഫോട്ടോസാണ് കിട്ടുന്നത്. സ്പെഷ്യലി എടുത്തു പറയേണ്ടത് മാക്രോ ഫോട്ടോഗ്രാഫിയാണ്. നല്ല രീതിയിൽ നല്ല കളർ കറക്റ്റായ നല്ല ഒരു ബൊക്കെ എഫക്റ്റ് ഒക്കെ വരുന്ന നല്ല രീതിയിലുള്ള മാക്രോ ഫോട്ടോസാണ് വരുന്നത്. ഒരുപാട് സാച്ചുറേഷൻ കൂട്ടാതെ അല്ലെങ്കിൽ ബ്ലൂ ഫിൽറ്റർ, വാം ഫിൽറ്റർ ഒന്നും ഇടാതെ നല്ല രീതിയിൽ നാച്ചുറലായ കളേഴ്സുള്ള ഫോട്ടോസാണ് M51 കിട്ടുന്നത്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ആയാലും നല്ല സ്കിൻ ടോൺ കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ ബ്ലർ കിട്ടുന്നുണ്ട്. നൈറ്റ് മോഡ് ഓൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. പക്ഷേ നൈറ്റ് മോഡ് ഇല്ലാതെ നല്ല ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. നോർമലി മിക്ക ഫോൺസിലും റിയർ ക്യാമറ നല്ല പെർഫോമൻസ് ആയിരിക്കും, പക്ഷേ ഫ്രണ്ട് വരുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ ഹൈലൈറ്റ്, എക്സ്പോഷർ, ഫേസ് കളർ, ആ ഇഷ്യൂസ് ഒക്കെ വരും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ കണ്ടില്ല. വളരെ ക്രിസ്പായ ഫോട്ടോസാണ് വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഹൈലൈറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റിയർ ക്യാമറ ആയാലും ഫ്രണ്ട് ക്യാമറ ആയാലും രണ്ടും വെച്ച് നിങ്ങൾക്ക് 4K വീഡിയോസ് എടുക്കാൻ കഴിയും. സോ അതും നല്ലൊരു ഫീച്ചറാണ്. നല്ല കളർ ആക്യുറേറ്റ്, നല്ല ഡീറ്റെയിൽസ് ഉള്ള വീഡിയോസാണ് കിട്ടുന്നത്. സാംസങ്ങിൻ്റെ ക്യാമറ UI കണ്ടുവരുന്ന എല്ലാ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ആ ഒരു സിംഗിൾ ടേക്കിൻ്റെ ഫീച്ചർ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു സിംഗിൾ ടേക്ക് വഴി മൾട്ടിപ്പിൾ ഫോട്ടോസ്, ഒന്നിൽ കൂടുതൽ ഫോട്ടോസും ഒന്നിൽ കൂടുതൽ വീഡിയോസ് എടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം ഏത് വീഡിയോ ആണ് വേണ്ടത്, ഏത് ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. സാംസങ് ഗാലക്സി M51 ക്യാമറ ഫസ്റ്റ് ലുക്ക്, ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ നല്ല രീതിയിൽ ഇംപ്രസ്ഡ് തന്നെയാണ്. പക്ഷേ എനിക്ക് വന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ നോക്കേണ്ടി വരും, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ. പക്ഷേ ഫസ്റ്റ് ലുക്കിൽ എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. നെക്സ്റ്റ് ആണ് ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എസ്പെഷ്യലി ബാറ്ററി ബാക്കപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു ഫോണിന് വെല്ലുന്ന വേറൊരു ഫോണില്ല. 7000 mAh ബാറ്ററിയാണ്. നല്ല രീതിയിൽ
വളരെ ഈസി ആയിട്ട് 2 ദിവസമൊക്കെ പോകും, അങ്ങനെ ഒരു പ്രശ്നമില്ല. പ്ലസ് കൂടെ കിട്ടുന്നത് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. 1.25 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കും മിക്കവാറും ഫുൾ ചാർജ് ആവാൻ വേണ്ടി. പക്ഷേ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം അങ്ങ് പോകും. പ്ലസ് ഇത്രയും വലിയൊരു ബാറ്ററി ഉണ്ടല്ലോ, സോ ഈ ഒരു ഫോൺ വെച്ച് നിങ്ങൾക്ക് മറ്റേ ഡിവൈസൊക്കെ ചാർജ് ചെയ്യാൻ കഴിയും. സോ മറ്റൊരു ഫോണും ചാർജ് ചെയ്യാൻ കഴിയും, പക്ഷേ അത് നോർമൽ ചാർജിങ്ങിലായിരിക്കും. സോ മറ്റേ ഫോൺ USB ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന USB Type C to Type C കേബിൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരു ഫോണും ചാർജ് ചെയ്യാൻ കഴിയും. സോ റിവേഴ്സ് ചാർജിങ്ങിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. ഹെഡ്ഫോൺ പെർഫോമൻസ് ഓക്കെയാണ്, നല്ല രീതിയിൽ സൗണ്ട് വരുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല കംപ്ലീറ്റ് ബേസ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. സ്പീക്കർ നല്ല ക്രിസ്പും ക്ലിയർ സൗണ്ട് തന്നെയാണ് വരുന്നത്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഒരുപാട് ലൗഡൊന്നും ആവുന്നില്ല. സോ എനിക്കത് നോർമലി നമ്മൾ കേൾക്കുന്നുണ്ട്, അതിൻ്റെ ഒരു 80% സൗണ്ട് ഇതിൽ വരുന്നുണ്ട്. പ്ലസ് സിംഗിൾ സ്പീക്കേഴ്സാണ്. സോ ഒരു ഡ്യുവൽ സ്പീക്കർ കൊടുത്തിരുന്നെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഡ്യുവൽ സീരീസ് സ്പീക്കേഴ്സ്. പക്ഷേ സിംഗിൾ സ്പീക്കേഴ്സാണ്, ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സാണ്. മറ്റു ഫീച്ചേഴ്സ് നോക്കിയാൽ വൈഫൈ കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വൈഫൈയിലൂടെ നെറ്റ്വർക്ക് ഇല്ലെങ്കിലും കോൾ ചെയ്യാൻ കഴിയും. പ്ലസ് ഡ്യുവൽ 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. FM റേഡിയോൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വൈഡ് വൺ L1 ഉണ്ട്. ക്യാമറ ടു APIൻ്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ SAR വാല്യൂ ലിമിറ്റിലാണ്. പക്ഷേ ഈ SAR വാല്യൂവിനെ കുറിച്ച് എനിക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് അല്ല, ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. നോർമലി സാംസങ് അവരുടെ SAR വാല്യൂസ് ഫോണിൽ അതിൻ്റെ ഫോണിൻ്റെ പാക്കറ്റിൽ എഴുതി കൊടുക്കാറുണ്ട്. സോ ഞാൻ നോർമലി ഇപ്പോൾ സാംസങ് M31 അല്ലെങ്കിൽ അതിൻ്റെ SAR വാല്യൂ പാക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ എഴുതിയില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് വന്നു. ഞാൻ ചെക്ക് ചെയ്തപ്പം 1.3 സംതിങ് ആണ് വരുന്നത്. സോ നമ്മുടെ ഒരു പോക്കോ X2 ആയാലും 1.0 സംതിങ് ആണ്. സോ ഇതിൻ്റെ 1.3435 അങ്ങനെയാണ് വരുന്നത്. സോ നമ്മുടെ ഒരു ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1.6 ആണ്. നോർമലി സാംസങ് ഫോൺസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞ SAR വാല്യൂ ആണ്, പക്ഷേ ഇതിൻ്റെ SAR വാല്യൂ കൂടുതലാണ്. ഞാൻ ഇൻഫോം ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് SAR വാല്യൂ കൂടുതലൊന്നും നിങ്ങൾക്ക് പറ്റാവുന്ന പോകുന്നില്ല. പക്ഷേ ഇൻഫോം ചെയ്യണം, എൻ്റെ ഡ്യൂട്ടിയാണ്. എല്ലാ കാര്യങ്ങളും പച്ചയ്ക്ക് പറയണം, അതാണ് എൻ്റെ ഡ്യൂട്ടിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇൻഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ ഫോണിൻ്റെ പ്രൈസും പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. സോ പ്രൈസ് എന്ന് പറയുമ്പോൾ 2 വേരിയൻസിലാണ് വരുന്നത്. 6GB 128GB പിന്നെ 8GB 128GB. 6GB 128GBയുടെ പ്രൈസാണ് 24,999 റുപ്പീസാണ്. 8GB 128GBയുടെ പ്രൈസാണ് 26,999 റുപ്പീസ്. സാംസങ്ങിൻ്റെ ഫോൺ ആയതുകൊണ്ട് ചെറുതായിട്ട് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ ഒരു 1,000 റുപ്പീസ് കുറച്ച് വെച്ചിരുന്നെങ്കിൽ ഒരു 1,000-1,500 നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ആയിരുന്നേനെ. കാരണം ഇപ്പം ശരിക്കും അത് ഇൻട്രൊഡക്ടറി ഓഫറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ HDFC കാർഡ് യൂസ് ചെയ്താൽ 2,000 രൂപ കുറച്ച് കിട്ടുന്നുണ്ട്. സോ 2,000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സോ 22,999 ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ പ്രൈസ്. പേഴ്സണലി എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരിക്കും ആ ഒരു HDFCൻ്റെ ഓഫർ തീരുന്ന മുന്നേ തന്നെ വാങ്ങിച്ചോളൂ. സോ 2,000 രൂപ ലാഭിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് ചിലപ്പം ഇതിൻ്റെ ഒരു ഡിമാൻഡും ഇതിൻ്റെ നല്ല റിവ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സാംസങ് ഇതിൻ്റെ പ്രൈസ് കുറയ്ക്കില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു HDFC ആരുടെങ്കിലും കയ്യിൽ നിന്ന് HDFCയുടെ കാർഡ് വാങ്ങിയിട്ട് ആ ഒരു ഓഫർ ക്ലെയിം ചെയ്തോളൂ. സോ നല്ല ഓഫർ ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ 22,999 ആണ് ഞാൻ ഈ ഫോൺ വാങ്ങിയത്. സോ അങ്ങനെ 2,000 രൂപ ലാഭിക്കാൻ കഴിഞ്ഞു. നിങ്ങളത് ചെയ്യുക. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരിക്കും. നല്ല ഫോണാണ്, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന എല്ലാം നല്ല ക്വാളിറ്റീസ് ഉള്ള ഫോൺ തന്നെയാണ്. ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.